റംബൂട്ടാൻ ഇപ്പോൾ സീസണാണ്. എന്നാൽ റംബൂട്ടാൻ വാങ്ങിക്കാനായിട്ട് പല മലയാളികളും മടിക്കാറുമുണ്ട്. എന്നാൽ റംബൂട്ടാൻ നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായി ഉണ്ടാകുന്ന ഒരു പഴവിഭാഗമാണ്. ഇതിൻ്റെ തൊലി മാറ്റിക്കഴിഞ്ഞാൽ ഉള്ളിലുള്ള നല്ല വെളുത്ത പഴത്തിനകത്ത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഉയർന്ന അളവിൽ കിട്ടുന്ന ചില വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കിട്ടിയാൽ കളയല്ലേ, കഴിച്ചോണം. ഏറ്റവും പ്രധാനമായിട്ട് ഇതിനകത്തുള്ളത് വൈറ്റമിൻ സിയുടെ ഉയർന്ന കലവറയാണെന്നുള്ളതാണ്. വൈറ്റമിൻ സി നിങ്ങൾക്കറിയാലോ, നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക്, നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന്, കൂടാതെ നമ്മുടെ സ്കിന്നിന് ചുളിവൊക്കെ വരുന്നതിനെ ചെറുക്കുന്ന ഈ കൊളാജൻ സിന്തസിസിനും നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന ഈ കൊളാജൻ്റെ ഒരു സിന്തസൈസ് ശരീരത്തിനകത്ത് നടക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടും വൈറ്റമിൻ സി വേണം. വെറുതെ നമ്മൾ പ്രോട്ടീൻ കഴിച്ചാൽ മാത്രം ശരീരത്തിനകത്ത് ഈ കൊളാജൻ ഉണ്ടാകത്തില്ല, വൈറ്റമിൻ സി കൂടി എത്തേണ്ടതുണ്ട്. കൂടാതെ ഇതിനകത്ത് ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻസ്, പ്രത്യേകിച്ച് ഇതിനകത്തുള്ള ഫീനോൾസ് അടങ്ങിയിട്ടുണ്ട്, ഫ്ലാവിനോയിഡ്സ് അടങ്ങിയിട്ടുണ്ട്, രോഗപ്രതിരോധ ശേഷിക്ക് നല്ലതാണ്. കൂടാതെ നമ്മുടെ കോശങ്ങൾക്കുണ്ടാകുന്ന ഈ ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ് മാറ്റുന്നതിനും ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ട് ചെറുക്കുന്നതിനും ഇത് സഹായിക്കും. കൂടാതെ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള കാൽഷ്യം ഉണ്ട്, ഫോസ്ഫറസ്, മെഗ്നീഷ്യം പോലുള്ള മിനറൽസ്, കോപ്പർ പോലുള്ളവ നമ്മുടെ കോശങ്ങൾക്ക്, പ്രത്യേകിച്ച് എല്ലുകളുടെ ഉറപ്പിന് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇവിടം കൊണ്ട് മാത്രം തീരുന്നില്ല. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള സോലുബിൾ, ഇൻസോലുബിൾ ഫൈബേഴ്സ് ഒരേപോലെ കുറച്ച് കഴിച്ചാൽ തന്നെ പെട്ടെന്ന് വിശപ്പ് മാറ്റും. അതുകൊണ്ടാണ് ഈ റംബൂട്ടാൻ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഭക്ഷണമൊന്നും അടുത്തൊന്നും കഴിക്കണമെന്ന് തോന്നത്തില്ല. വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ലോ കാലറി ഫുഡ് എന്ന രീതിക്ക് മികച്ച ഒരു ഭക്ഷണമായിട്ട് തന്നെ ഇത് വരുന്നുണ്ട്. കൂടാതെ മലമ്പിടുത്തം, കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രോബ്ലംസ് ചെറുക്കുന്നതിനും കൊളസ്ട്രോൾ കുറയുന്നതിനും എല്ലാം തന്നെ ഈ റംബൂട്ടാൻ കഴിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ റംബൂട്ടാൻ കിട്ടിയാൽ കളയല്ലേ, തട്ടിക്കോ.